Hello students, we can continue with the root test. Root testനെ Cauchy's root test എന്ന് തന്നെ വിളിക്കുന്നതായിട്ട് അറിയണം. കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ഇറ്റ്സ് ഡ്യൂ ടു Cauchy എന്ന് പറഞ്ഞിട്ടുണ്ട്. റൂട്ട് ടെസ്റ്റ് ഹെഡിങ്ങിൽ റൂട്ട് ടെസ്റ്റ് എന്ന് ഉള്ളെങ്കിലും ഇറ്റ് ഈസ് ഡ്യൂ ടു Cauchy എന്ന അവിടെ ഒരു സെന്റൻസ് ഉണ്ട്. അപ്പോൾ Cauchy's root test എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് എന്ന് മനസ്സിലാവുന്ന തരത്തിൽ നിങ്ങൾ നോട്ട്സിൽ ചേർക്കുക തന്നെ വേണം. ഇനി വരുന്നത് Cauchy's root ടെസ്റ്റിന്റെ ഒരു കൊറോളറിയാണ്. അതിനെയാണ് ശരിക്കും ടെസ്റ്റ് എന്ന് നമുക്ക് പറയാവുന്നത്. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ വെച്ചാണല്ലോ ടെസ്റ്റ് ചെയ്യുന്നത്. കണ്ടീഷൻ ശരിക്കും ഉണ്ടാവുന്നത് കൊറോളറിയിലാണ്. വി ക്യാൻ സീ ദ കൊറോളറി. അത് ഈ തിയറത്തെ തന്നെ ഒന്ന് റീഫോർമുലേറ്റ് ചെയ്ത് എഴുതുന്നതാണ് കൊറോളറി. വി ക്യാൻ സീ വാട്ട് ഈസ് ദ കൊറോളറി ഓഫ് Cauchy's root test. The corollary states that if corollary of Cauchy's root test, if x equal to sequence xn be a sequence in R, is a if എന്നല്ല is a sequence ഞാൻ ചുരുക്കി എഴുതാം sequence in R, and suppose R equal to limit modulus of മുമ്പ് പറഞ്ഞത് ലിമിറ്റ് അല്ലായിരുന്നു, മോഡൽ nth ടേമിന്റെ റൂട്ടായിരുന്നു, nth റൂട്ടായിരുന്നു. R equal to limit of mod xn raised to 1/n x is in R. നേരത്തെ നമ്മൾ nth ടേമിന്റെ റൂട്ട് കണ്ടുപിടിച്ചുള്ളൂ. ഇപ്പോൾ nth ടേമിന്റെ റൂട്ടിന്റെ ലിമിറ്റ് ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അതാണ് വ്യത്യാസം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിഫറൻസ് ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. then sigma xn is then sigma xn is sigma mod xn is convergent or sigma xn is absolute convergence ആണ് നമ്മൾ ഓടി ടെസ്റ്റ് absolute convergence എന്നുള്ളതായിരുന്നു. sigma xn is absolutely convergent എപ്പോഴാ? ഇപ്പൊ നമ്മൾ കണ്ട കണ്ടീഷൻ mod xn raised to 1/n less than or equal to r എന്നുള്ളത് വെച്ചാണ്. ഇപ്പൊ ലിമിറ്റ് r നിർത്തിയിട്ടുണ്ട്. അപ്പൊ ആ r-ന്റെ പ്രോപ്പർട്ടി സെയിം ആയിട്ടാണ് ഇവിടെ വരുന്നത്. കൺവേർജന്റ് വെൻ ആർ ലെസ് ദാൻ 1, അബ്സല്യൂട്ട്ലി കൺവേർജന്റ് വെൻ ആർ ലെസ് ദാൻ 1, ഡൈവേർജന്റ് വെൻ ആൻഡ് അബ്സല്യൂട്ട്ലി ഒന്നുമില്ല ഡൈവേർജന്റ് വെൻ ആർ ഗ്രേറ്റർ ദാൻ 1. ഞാൻ ഷോർട്ടായിട്ട് കൺവേർജന്റ് ഡൈവേർജന്റ് ഒക്കെ എഴുതുന്നുണ്ട്. നിങ്ങൾ ബുക്കിലൊക്കെ എഴുതുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ദെൻ വി ക്യാൻ ഗോ ടു ദ പ്രൂഫ് ഓഫ് ദ തിയറം. ഇത് Cauchy's root test തന്നെയാണ്. പ്രൂഫിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. എന്താ വന്നിരിക്കുന്നത്? r less than 1 ലിമിറ്റ് r less than 1 തന്നിട്ടുണ്ട്. അത് ലിമിറ്റ് ആണ്. ലിമിറ്റ് ആണെങ്കിൽ അതിനേക്കാളും വലിയൊരു r less than r1 ഉണ്ടാവും. r less than 1 ആയതുകൊണ്ട് r less than 1 ആണ്. r-നും 1-നും ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ടാവും എന്നുകൂടി നമുക്ക് പറയാം. r എന്നതിനേക്കാൾ വലിയൊരു r1 ഉണ്ടാവും. അതിന്റെ അടുത്ത് തന്നെ r less than 1 ആയതുകൊണ്ട് r-നും 1-നും ഇടയ്ക്ക് ഒരു r1 ഉണ്ടാവും. r less than 1 implies there exists r1 element of a real number, r1 element of r such that r less than 1 both are real numbers. രണ്ട് റിയൽ നമ്പേഴ്സിന് ഇടയ്ക്ക് വേറൊരു റിയൽ നമ്പർ ഉണ്ട്. r-ന് തൊട്ടടുത്ത് തന്നെ ഒരു റിയൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. r less than r1 less than 1. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ലിമിറ്റ് mod xn raised to 1/n equal to limit mod xn raised to 1/n equal to r എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. That implies modulus of xn raised to 1/n ലിമിറ്റ് ആണ് r. അപ്പോൾ അത് അതിനേക്കാൾ വലിയ r1-ന്റെ പുറകിലായിരിക്കും. ബട്ട് r1 less than 1 with r1 less than 1. അപ്പോൾ നമുക്ക് r-ന് പകരം r1 അല്ലേ, ലിമിറ്റ് r ആണ്. അപ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് കേസിൽ. അപ്പൊ അതിന് മുമ്പൊക്കെ എടുക്കുമ്പോൾ അത് r-നേക്കാളും വലിയ വാല്യൂ r1 എന്നുള്ളതിൽ താഴെയാവും. mod xn raised to 1/n less than or equal to r1 and r1 is less than 1 by our condition. നമ്മൾ r-നും 1-നും ഇടയ്ക്കാണ് r1 എടുത്തിരിക്കുന്നത്. r1 less than 1. Now we go to Cauchy's root test. അതിന്റെ തന്നെ പറഞ്ഞിരിക്കുന്നത് mod xn raised to 1/n less than or equal to 1-ൽ താഴെയുള്ള ഒരു റിയൽ നമ്പർ. അങ്ങനെ ഇപ്പൊ കിട്ടിയേക്കുന്നത് 1-ൽ താഴെയുള്ള ഒരു റിയൽ നമ്പർ ആകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 1-ൽ താഴെ റിയൽ നമ്പർ ആകുകയാണെങ്കിൽ sigma xn absolutely convergent.
അപ്പോൾ അതാണ് r ലെസ് ദാൻ 1 എന്നുള്ള കേസിൽ, r ലെസ് ദാൻ 1 എന്നുള്ള കേസിൽ നമുക്ക് കിട്ടുക. ഇനി r ഗ്രേറ്റർ ദാൻ 1ൽ എന്ത് സംഭവിക്കും? വെൻ r ഗ്രേറ്റർ ദാൻ 1, r ഗ്രേറ്റർ ദാൻ 1ൽ r എന്ന ലിമിറ്റ് mod xn റേസ് ടു 1/n ആണ്. r ഗ്രേറ്റർ ദാൻ 1 എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ mod xn ഗ്രേറ്റർ ദാൻ ലിമിറ്റ് mod xn ഗ്രേറ്റർ ദാൻ 1ന്റെ എന്തുവാ? ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് xn പോസിറ്റീവോ നെഗറ്റീവോ എന്തായാലും ലിമിറ്റ് xn മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലിമിറ്റ് xn നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയും. nth ടൈം ടെസ്റ്റ് ബൈ nth ടൈം ടെസ്റ്റ് വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് xn നോൺ സീറോ ആണെങ്കിൽ സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. nth ടൈം ടെസ്റ്റ് ഉപയോഗിച്ച് സിഗ്മ xn ഡൈവേർജന്റ്. ഇങ്ങനെയാണ് ഇതിന് കൊറോളറിക്ക് പ്രൂഫ്. അത് കോഷീസ് റൂട്ട് ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞ കോഷീസ് റൂട്ട് ടെസ്റ്റിൽ നമ്മൾ nth ടൈമിന്റെ റൂട്ടിനെ 1ൽ താഴെയുള്ള ഒരു നമ്പറുമായിട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവൻ കമ്പയർ ചെയ്യും. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവൻ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പൊ എന്നാ പറഞ്ഞേക്കുന്നത്? ലിമിറ്റ് r ആണ്, r ലെസ് ദാൻ 1. ലിമിറ്റ് r ആണെങ്കിൽ ഏതിന്റെ? mod xn റേസ് ടു 1/n ലിമിറ്റ് r ആണെങ്കിൽ mod xn റേസ് ടു 1/n r-നേക്കാൾ വലിയ 1ൽ താഴെയുള്ള r1ൽ ചെറുതായിട്ട് നിൽക്കും. അപ്പോൾ ഈ കമ്പാരിസൺ തന്നെ, ഇവിടെ കണ്ട കമ്പാരിസൺ തന്നെ നമുക്ക് അവിടെയും, റൂട്ട് ടെസ്റ്റിൽ കണ്ട കമ്പാരിസൺ തന്നെ അവിടെയും സാധിക്കും. r1 എന്ന് പറയുന്ന 1ൽ താഴെയുള്ള നമ്പറിന് ഉപയോഗിച്ചാണ് എന്ന് മാത്രം. അതിപ്പോ 1ൽ താഴെയുള്ള നമ്പർ എന്നേ ഉള്ളൂ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് r1 r1 എന്തെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ലിമിറ്റ് r തന്നെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുകൂടി നോട്ട് ചെയ്യുക. ലിമിറ്റ് r അല്ല, അതിനേക്കാൾ വലിയൊരു r1 ആണ് mod xn റേസ് ടു 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു r1 എന്ന് പറയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. then we apply കോഷീസ് റൂട്ട് ടെസ്റ്റിന്റെ പാർട്ട് എ. ഇപ്പൊ r ഗ്രേറ്റർ ദാൻ 1 നേരത്തെ ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ mod xn റേസ് ടു 1/n ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. nth ടൈമിന്റെ ലിമിറ്റ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. nth ടൈമിന്റെ ലിമിറ്റ് നോൺ സീറോ ആണ്. nth ടൈം ടെസ്റ്റ് വഴി സിഗ്മ xn ഡൈവേർജന്റ് ആണ് എന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കും. ദിസ് ഇസ് എ കൊറോളറി ഓഫ് കോഷീസ് റൂട്ട് ടെസ്റ്റ്. അപ്പൊ ഈ പാറ്റേണിലാണ് ഇനിയുള്ള തിയറംസും പോവുക. ഇങ്ങനെ ഒരു തിയറം സ്റ്റേറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് ഈ ഇതുപോലെയുള്ള വാല്യൂസ് ഉപയോഗിച്ച് ടെസ്റ്റ് നമ്മൾ കൊറോളറി ആയിട്ട് ഡിറൈവ് ചെയ്യും. അങ്ങനെയാണ് തൊട്ടടുത്ത തിയറവും വരുന്നത്. അടുത്തത് റേഷ്യോ ടെസ്റ്റ് ആണ് നമുക്ക് കാണാനുള്ളത്. അതിലേക്ക് പോവാം. കോഷീസ് റൂട്ട് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ റേഷ്യോ ടെസ്റ്റ് പറഞ്ഞപ്പോൾ ഇറ്റ് ഇസ് ഡ്യൂ ടു ഡി സയന്റിസ്റ്റ് is named as D. Alembert. It is due to D. Alembert എന്ന് പറഞ്ഞിട്ടുണ്ട്. D apostrophe Alembert. D. Alembert's അത് അങ്ങനെ സ്റ്റേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഡ്യൂ ടു ഡി Alembert എന്നവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഡി Alembert's റേഷ്യോ ടെസ്റ്റ് എന്ന് തന്നെ നിങ്ങൾ വായിക്കും. ഡി Alembert's റേഷ്യോ ടെസ്റ്റ്. മുമ്പ് പറഞ്ഞത് എന്ത് ടേം ടെസ്റ്റ് അല്ല, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ ഒരു xn/yn ഉണ്ടായിരുന്നു. അത് റേഷ്യോ ആണ് എന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. അത് 2 സീരീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ശരിക്കും റേഷ്യോ ടെസ്റ്റിൽ ഉപയോഗിക്കേണ്ടത് ഒരു സീരീസിന്റെ തന്നെ, റേഷ്യോ ടെസ്റ്റിൽ വരിക ഒരു സീരീസിന്റെ തന്നെ റേഷ്യോ ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഡി Alembert's റേഷ്യോ ടെസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ജനറേറ്റിംഗ് സീക്വൻസ് ലെറ്റ് x ഈക്വൽ ടു സീക്വൻസ് xn be a sequence of non-zero real numbers. Non-zero real numbers in the sequence ആണ് തന്നിരിക്കുക. Then subdivision A നേരത്തെ പോലെ തന്നെ if there exists a real number r പോസിറ്റീവ് ആണ് with 0 less than r less than 1, 0ക്ക് 1 ഇടയ്ക്കുള്ള നമ്പർ, ആൻഡ് എ സ്റ്റേജ് k എലമെന്റ് ഓഫ് n, കണ്ടീഷൻസ് ഒക്കെ മറ്റേതിലുള്ള പോലെ തന്നെ, സച്ച് ദാറ്റ്, പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുന്നത് റേഷ്യോ ആണ്, സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് റേഷ്യോ ഓഫ് ടേംസ് ഓഫ് ദ സീരീസ് xn സെയിം സീരീസ്, അതാണ് അതിനെ റേഷ്യോ ടെസ്റ്റ് എന്ന് വിളിക്കുക. മറ്റേത് കമ്പാരിസൺ വിത്ത് അനദർ സീരീസ്, ആ xnഉം സിഗ്മ yn ആണ് 2 സീരീസ്. ഇത് സെയിം സീരീസ് xnന്റെ തന്നെ ടേംസിന്റെ റേഷ്യോസ് ആണ്. അബ്സല്യൂട്ട് കൺവേർജൻസ് പറയാൻ മോഡുലസ് ഓഫ് xn പ്ലസ് 1 ബൈ മോഡുലസ് ഓഫ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു r, 0ക്ക് 1 ഇടയ്ക്കുള്ള ഒരു നമ്പറിനേക്കാളും ചെറുതാണ് ഫോർ ഓൾ n ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ. ആദ്യത്തെ ടേംസിലൊന്നും ശരിയാവണമെന്നില്ല. x2 ബൈ x1 x3 ബൈ x2 അതിനൊന്നും ശരിയാവണമെന്നില്ല. ചിലപ്പോൾ 100ാമത്തെ ടേം കഴിഞ്ഞിട്ടാണ് 101ാമത്തെ ടേം ഡിവൈഡ് ബൈ 100ാമത്തെ ടേം ലെസ് ദാൻ ഓർ ഈക്വൽ ടു r. അപ്പൊ അങ്ങനെയുള്ള
ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ then the series that implies if പറഞ്ഞിരിക്കുന്നുണ്ട് then എന്ന് തന്നെ പറഞ്ഞേക്കാം then sigma xn is എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ മോഡുലസ് ആണ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് കൺവേർജൻസിന്റെ ടെസ്റ്റ് ആണ് നമ്മൾ പറയാം is absolutely convergent. ഇതാണ് subdivision A of D'Alembert's test. Subdivision B, if there exists k element of the collection of natural numbers such that modulus of xn plus മുമ്പത്തെ പോലത്തെ നമ്പർ ആറിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് ഡയറക്റ്റ് അങ്ങനെ പറയുന്നത്. ദിസ് റേഷ്യോ മോഡുലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ൽ വലുതാണ് എന്ന് വിചാരിക്കുക. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജുകളിൽ വേണമെന്നില്ല. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസിന് ഏത് റിസൾട്ടും ഒഴിവാക്കാവുന്ന പോലെയാണ് സീരീസിൽ കാര്യം പറയാം. പിന്നെയുള്ളത് ജനറൽ ആയത് then the series is then sigma xn is മുമ്പ് സംഭവിച്ച പോലെ തന്നെ 1 വലുതാകുമ്പോൾ sigma xn ഇത് റേഷ്യോ ആണ്. മുമ്പിൽ എന്ത് ടെസ്റ്റ് ആണ് എന്താണ് എന്ത് റൂട്ട് ആണ് sigma xn is ഡൈവേർജൻ. അപ്പോൾ ഇതിനെ നിങ്ങൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റുമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ലിമിറ്റ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ വിത്ത് അനദർ സീരീസ്. ഇത് സെയിം സീരീസിന്റെ ടേംസ് അതാണ് അതിനെ റേഷ്യോ ടെസ്റ്റ് എന്ന് വിളിക്കുക. മറ്റേതിനെ റേഷ്യോ ടെസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. This is called D'Alembert's ratio test. Then proof is easy. Proof of part A. എന്നാ തന്നിരിക്കുന്നത് xn plus 1 divided by xn modulus is less than or equal to r for all n greater than or equal to k എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ n equal to k ക്ക് നമ്മുടെ റിസൾട്ട് എന്നാ n equal to k ക്ക് xk plus 1 divided by xk modulus less than or equal to r എന്നാണ് നമ്മുടെ റിസൾട്ട്. or that implies xk plus 1 modulus നമുക്ക് രണ്ട് സൈഡിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാം less than or equal to r into modulus of xk. ഇത് n equal to k ക്ക് എഴുതാം. for all n greater than or equal to k the result is true. n equal to k plus 1 ന് റിസൾട്ട് എഴുതിയാൽ എന്താവും modulus of n equal to k plus 1. n equal to k plus 1 ആണ് k plus 1 plus 1 എന്ന് പറയും. അപ്പോൾ modulus of ഇതുപോലെ എഴുതിയിട്ട് മാറ്റി എഴുതണം. modulus of xk plus 1 plus 1 xk plus 2 less than or equal to r into modulus of അത് ഇതിൽ നിന്നാണ് വരുന്നത്. n ന് പകരമാണ് k plus 1 എഴുതുന്നത്. modulus of xk plus 1 എന്ന് കിട്ടും. ഇനി അതേപോലെ റിസൾട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ ഇവിടെ തന്നെ നമുക്ക് xk plus 1 റീഅറേഞ്ച് ചെയ്യാമല്ലോ. modulus of xk plus 1 less than or equal to r into modulus of xk എന്നുണ്ട്. this is less than or equal to r into ഇതും കൂടി അപ്ലൈ ചെയ്യുവാണെങ്കിൽ r into modulus of xk r square into modulus of xk എന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ എഴുതി അടുത്ത സ്റ്റേജ് വരുമ്പോൾ r cube into modulus of xk ആകുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ ഇങ്ങനെ എഴുതുകയാണ് modulus of xk plus എന്തെങ്കിലും ഒരു നമ്പർ എന്നേ ഉള്ളൂ k plus m എന്ന് എഴുതുകയാണെങ്കിൽ എന്തെഴുതാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതുപോലെ പലതവണ അപ്ലൈ ചെയ്ത് k plus 2 ആയപ്പോൾ r സ്ക്വയർ വന്നു. അപ്പോൾ k plus m ആയിരുന്നപ്പോൾ ഇതേപോലെ r raised to m into modulus of xk എന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഫോർ ഓൾ m element of n ഏത് നാച്ചുറൽ നമ്പർ ആയിരിക്കും. സീരീസിന്റെ നമ്പർ കൊടുക്കാനല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സിഗ്മ mod xn is dominated by ഇത് xk എന്ന് പറയുന്ന ഫിക്സഡ് ആണ്. n equal to k ഒരു ഫിക്സഡ് ടേം ആയിട്ടാണല്ലോ. ആഫ്റ്റർ എ സർട്ടൺ സ്റ്റേജ് k equal to 100 എന്ന് പറഞ്ഞാൽ അത് 100th ടേം ആണ്. അതൊരു ഫിക്സഡ് വാല്യൂ ആണ്, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു r raised to m. ഇനി ഈ സീരീസിനെ പറ്റി എന്നാ പറയുന്നു? 0 less than r less than 1 അത് സീരീസ് ആക്കിയ ജോമെട്രിക് സീരീസ് ആണ്. അത് കൺവേർജന്റ് ആണ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്, കൺവേർജന്റ് ആണ്. ഇപ്പോൾ രണ്ട് കൺവേർജന്റ് സീരീസിന്റെ പ്രോഡക്റ്റ് കൺവേർജന്റ് ആണെന്നൊക്കെ നിങ്ങൾ സീക്വൻസിന്റെ പ്രോഡക്റ്റ് കൺവേർജന്റ് ആണെന്നൊക്കെ സീക്വൻസിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൺവേർജന്റ് ആണ്. റൈറ്റ് സൈഡിൽ ഫോം ചെയ്യുന്ന സീരീസ് ഒരു കൺവേർജന്റ് സീരീസ് ആണ്. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ലെഫ്റ്റ് സൈഡിൽ xk plus 1 k plus m എന്നൊക്കെ എഴുതിയെങ്കിലും അത് ആരുടെയാ? സിഗ്മ xnന്റെ ടേംസ് ആണ്. മോഡുലസ് വന്നതുകൊണ്ട് എന്താവും? റൈറ്റ് സൈഡ് കൺവേർജന്റ് ആണ്, ലെഫ്റ്റ് സൈഡ് കൺവേർജന്റ് ആണ്, മോഡുലസ് വെച്ചാണ്. അപ്പോൾ സിഗ്മ xn is absolutely sigma mod xn is convergent. Sigma mod xn is convergent. Sigma xn is absolutely convergent എന്ന് കിട്ടും. This is part A.
When we move